ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിനടുത്തുള്ള കുന്നംപിടാരി മലയിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ഒരു കുന്നംപിടാരി മലയുടെ താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ മുകളിലും ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഒരു ചെമ്പകത്തിൻ്റെ താഴെയായി ഒരു തറയുണ്ട്. അപ്പോൾ ആ തറേൻ്റെ അടുക്ക ഒരു ഗണപതിയുടെ ഒരു സ്റ്റാച്ചു കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ ഒന്നിലധികം പ്രതിഷ്ഠകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വെള്ളിയാഴ്ച മാത്രമേ പൂജ ചെയ്യാറുള്ളൂ എന്നാണ് ഇവിടെ ചോദിച്ചേരം പറഞ്ഞത്. അപ്പോൾ കുന്നംപിടാരി മലയുടെ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ തന്നെ താഴെയുള്ള ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പോകുന്നതാണ് നല്ലത് എന്ന് കരുതി. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ കുന്നംപിടാരി മലയുടെ താഴെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ താഴെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തൊഴുതിട്ട് നമുക്ക് മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയുള്ളൂ മുകളിലേക്ക് നമുക്ക് പോയിട്ട് വരാം. പിന്നെ ഞാൻ ഇവിടുന്ന് നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രണയ ജോഡികൾക്ക് അമ്പലത്തിൽ അനുമതിയില്ലാന്ന്. അപ്പോൾ ഈ ഒരു സൈഡിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ പാദരക്ഷകൾ ഇവിടെ വെച്ചിട്ട് മുകളിലേക്ക് പോവാന്ന്. പിന്നെ ഈ ഒരു സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തമിഴ്നാട്ടിൻ്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ. ഇവിടെ കയറി പോകുമ്പോൾ തന്നെ ഇതിൻ്റെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് കണ്ടോ ഈ സ്റ്റെപ്പിൻ്റെ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു കുന്നംപിടാരി ഈ ഒരു സ്ഥലത്ത് വരണ്ടെങ്കിൽ നമ്മൾ പാലക്കാട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ചിറ്റൂരേക്ക് വരിക. ചിറ്റൂരിൽ നിന്ന് നമുക്ക് ഇവിടെ 6 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ബസ് കയറിയാൽ മതി കേട്ടോ. 6 മൈലിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ കുന്നംപിടാരി മല വരുന്നത് ചിറ്റൂർ താലൂക്കിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് തന്നെ കുന്നംപിടാരി അമ്മൻ കോവിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി ഏകദേശം നമുക്ക് നമ്മളെ നടന്നു പോകുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റെപ്പ് കഴിയാനായി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പരന്ന പ്രദേശമാണെന്നാണ് തോന്നുന്നത്. നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതുവരെയാണ് സ്റ്റെപ്പുള്ളത്. ഇവിടുന്ന് നമുക്ക് പരന്ന പ്രദേശമാണ്, ഫുൾ പാറയാണ് മുഴുവനായിട്ട് കണ്ടോ. അപ്പം ഞാൻ നടന്നു വരുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ കാണുന്നത് ഒരു ക്ഷേത്രമുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് കണ്ടെങ്കിൽ നല്ല ആളുള്ള സ്ഥലമാണ് കണ്ടോ. ഇതിൻ്റെ സൈഡിലായിട്ടൊരു വലിയ ആൽമരമുണ്ട്. ഓക്കെ, ആകാശം നല്ല നീല നിറത്തിൽ കാണാൻ എന്ത് രസമല്ലേ. ഭയങ്കര ഒരു പ്രത്യേക വൈബാട്ടോ ഈ ഒരു മലയുടെ മുകളിൽ കയറി വരുമ്പോൾ തന്നെ. ഒന്നാമത് ഞാനിപ്പോൾ ഒരു 10 മണിയായി. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാവിലെയോ അല്ലെ വൈകുന്നേരം വരുന്നതാണ് നല്ലത് കേട്ടോ. കാരണം ഇവിടെ നല്ല വേലായി കണ്ട, നല്ല വേലായി. പിന്നെ വൈകുന്നേരം വരെ കാത്തുക്കലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേറ്റ് ആവും. കാരണം ട്രെയിന് പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റത്തെ ദിവസമാണ് പോക്ക് നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയം വന്നത്. അല്ലെങ്കിൽ വൈകുന്നേരം വരാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും നമുക്ക് വന്ന സ്ഥിതിക്ക് ഈ ഒരു കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു ദിവസം വൈകുന്നേരത്തെ നമുക്ക് സൺസെറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഒരു പ്രാവശ്യം കൂടി വരും. നടന്നു പോകുമ്പോൾ തന്നെ ഈ പാറേൻ്റെ മുകളിൽ വെള്ളം കെട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു മല മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് വീടുകൾ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു മലമുകളിൽ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. പിന്നെ സുബ്രഹ്മണ്യനുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഇതേപോലെ ചെറിയ സ്റ്റെപ്പുകൾ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ചെറിയ ചെറിയ കയറ്റുള്ള എടുക്കുക. ഇതേപോലെ ഈ പാറ കൊത്തിയിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടില്ല കേട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നിരപ്പായ പ്രദേശമാണ്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ഈ ഒരു മലയുടെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ താമ്പൽപ്പൂവിൻ്റെ ചെടിയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ, പക്ഷെ ആമ്പൽപ്പൂവില്ല. അപ്പോൾ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ വണ്ണാമടയ്ക്കടുത്ത് 6-ാം മൈൽ സ്ഥിതി ചെയ്യുന്ന അധികമാരും അറിയപ്പെടാതെ ഒളിഞ്ഞു കിടക്കുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ് കുന്നംപിടാരി കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇവിടെ ഒരു പാറേൻ്റെ സൈഡിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇതേപോലെ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മുഴുവനായിട്ടും പാറയുടെ മുകളിൽ. അപ്പോൾ ഈ പാറേൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലെ ഏറ്റവും മുകളിലുള്ള വ്യൂ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം തിരിച്ച് താഴേക്ക് പോയിട്ടുള്ളത്. നല്ല വെയിലാട്ടാ. ഇപ്പോൾ വരുന്നവരായിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരിക. വൈകുന്നേരം ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചയായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു മലേൻ്റെ മുകളിൽ നോക്കുമ്പോൾ കുന്നംപിടാരി ചെക്ക് ഡാം കാണാൻ കഴിയും കണ്ടോ. അവിടത്തേക്ക് പോകാൻ കഴിയുമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഈ മലേൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാഴ്ച നമുക്കൊന്ന് എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ താഴെ മുഴുവനും എന്താ പറയുക, തെങ്ങാട്ടാ, മുഴുവനായിട്ട് തെങ്ങാട്ടാ. അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് കാണുന്നുണ്ട്. ഇത് മുകളിലേക്ക് വെള്ളം കൊണ്ട് പോകാനുള്ള പൈപ്പാട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായി. അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. ഇവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ആമ്പൽപ്പൂവ് ഉണ്ടാകുന്നറിയില്ല കേട്ടോ. ഇവിടെ കണ്ട, ഇവിടെ വെള്ളം കെട്ടി എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തവളയൊക്കെ ഇങ്ങനെ തുള്ളുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു മരമുണ്ട്. എന്താ കാണാൻ രസം എന്നറിയോ? നോക്കിയേ, വലിയ ഇലകളൊന്നും ഇല്ലാണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഡാം കാണാൻ കഴിയും കേട്ടോ. നമ്മൾ കുറച്ച് ദൂരം നടന്നു വരുമ്പോൾ തന്നെ ഇതുപോലുള്ള സ്റ്റെപ്പുകൾ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇത് കണ്ട, ഇത് അമ്പലത്തിൻ്റെ മുകളിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുവരുന്ന ഇതാണ് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു റോപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മലേൻ്റെ മുകളിലേക്ക് കറണ്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നടന്നു പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു പാറ കണ്ടു കേട്ടോ. കണ്ടാ, ഇതിൻ്റെ മുകളിൽ നിന്ന് ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. എന്താ അതിൻ്റെ ഭംഗിയെന്നറിയാം. അങ്ങ് ഡാമിലുള്ള വെള്ളവും അതുപോലെ തന്നെ തെങ്ങുകളുമായിട്ട് മനോഹരമായ കാഴ്ച കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ കരിമ്പനകളും ഇതിൻ്റെ നടുക്ക് നമുക്ക് കാണാൻ കഴിയും. ദൂരെ നിന്ന് ഏതോ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പുക പോകുന്ന കാണാം. അങ്ങനെ നമ്മൾ
ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നേ. വേണ്ട, അപ്പോൾ ടൈലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അങ്ങ് താഴെ ഒരു ബോർഡ് എഴുതി വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രണയ ജോഡികൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് പ്രവേശനം ഇല്ലാന്ന്. അതെന്തുകൊണ്ടാണെന്ന് ഇതിൻ്റെ മുകളിലെത്തിയരാന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇതിൻ്റെ ചുമരിൻ്റെ മുകളിൽ മുഴുവനായിട്ടും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മുഴുവൻ ഫുള്ളായിട്ട് ഇങ്ങനെ കുത്തി വരഞ്ഞിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും അവിടെ താഴെ എഴുതി വെച്ചതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിലോട്ട് വഴിയുണ്ട്. ഈ ഒരു പാറയുടെ ടോപ്പിൽ വരെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് കയറുമ്പോൾ ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുവരെയാണ് സ്റ്റെപ്പ് കൊത്തിയിട്ടുള്ളത്. ഇനി ഇതിലപ്പുറം പിന്നെ സ്റ്റെപ്പൊന്നും കൊത്തിയിട്ടൊന്നുമില്ല. പരന്ന പ്രദേശാട്ടാ. അപ്പോൾ പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ കാഴ്ചയാട്ടാ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കുന്നംപിടാരി ചെക്ക് ഡാം നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മുഴുവനും വെള്ളമായിട്ടാ അതാ കണ്ടോ. പിന്നെ കരിമ്പനകൾ, അതിൻ്റെ നടുക്കായിട്ട് കരിമ്പനകൾ കാണാൻ കഴിയും. നമുക്ക് അവിടുത്തെ വരെ പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാം. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങൊരു കോറ പോലെ കാണുന്നുണ്ട്. അതിൻ്റെ പണിയൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ അങ്ങ് കാണുന്ന കുന്നംപിടാരി ഡാമിൽ നിന്നാണ് ഇവിടെയുള്ള കൃഷിക്കാവശ്യമായ വെള്ളം വരുന്നത് കേട്ടോ. അപ്പോൾ പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും നെൽപ്പാടാണ് കാണാൻ കഴിയുക. പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരുപാട് തെങ്ങുകളാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും കള്ള് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കയറുമ്പം തന്നെ റൈറ്റ് സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ ചെക്ക് ഡാമിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ വരുമ്പോൾ ഇതേണ്ട കരിമ്പനകളാണ് ഈ ഒരു സൈഡിൽ മുഴുവനായിട്ട്. അപ്പോൾ ഈ റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ അടുക്ക് എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു വഴിയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് താഴേക്ക് പോയി നോക്കാം കേട്ടോ. നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ആമ്പൽ പൂവില്ല, പക്ഷേങ്കിൽ ഇവിടെ ആമ്പലുള്ള സ്ഥലമാണ് കേട്ടോ. കണ്ടോ എന്ത് രസമാണെന്നറിയാം. കാണാൻ നല്ല ഭംഗിയാട്ടോ ഇവിടെ. ഓക്കെ, ഒരു രക്ഷയില്ല ഗൈസ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാ. അപ്പോൾ ഡാമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളൊരു ചെറിയൊരു ഇടുവഴിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴുള്ള കാഴ്ച കേട്ടാ. നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ കാഴ്ചകൾ നമ്മൾക്ക് വീണ് കിട്ടുക. അപ്പോൾ ഇത്രയും മനോഹരമായ കാഴ്ച സ്വപ്നത്തിൽ പോലും നമുക്ക് വിചാരിക്കാൻ കഴിയും. കണ്ടാ എന്താ അതിൻ്റെ രസം. അതിൻ്റെ അങ്ങ് കാണുന്നതൊക്കെ കരിമ്പനകളാണ്. മനോഹരമായ കാഴ്ച കേട്ടോ. ഇവിടുന്ന് ഞാൻ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. മുന്നോട്ട് പോകുമ്പോഴുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ മുന്നോട്ട് വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഓരോ പനേൻ്റെ മുകളിലും തലയൊന്നും ഇല്ലാതെ ഒരുപാട് പനകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കുന്നെടുക്കുക രണ്ട് ഭാഗത്തും വെള്ളമാണ് കണ്ട. അപ്പോൾ എന്ത് രസമാണ് അറിയാം. കണ്ട രണ്ട് ഭാഗത്തും വെള്ളം. നമുക്കിനി ഇതിലപ്പുറം പോക്ക് നടക്കൂല. അങ്ങുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണുന്നത്.
അപ്പോൾ നമ്മൾ അങ്ങ് ദൂരെ നോക്കുമ്പോഴുള്ള സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കുന്നംപിടാരി മലയിൽ നിന്നും ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെത്തും. ഇതുണ്ടോ, ഇവിടെ ഏടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ്. നമ്മൾ വന്ന സ്ഥലമാണ് അങ്ങ് കാണുന്ന ആ ഒരു മല കണ്ട, അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഒരുപാട് പശുക്കളൊക്കെ ഇടിയുണ്ട് കേട്ടാ, ഇവിടുന്ന് നെയ്യുന്നുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച കേട്ടാ ഈ കാണുന്നേ. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ, എന്താണല്ലേ നമ്മൾ സ്വർഗത്തിലയക്കുന്നത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തോന്നും. അത്രക്കും മനോഹരമായ കാഴ്ചയാണ്. വെറുതെ പറയുന്നതല്ല, എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അത്രത്തോളം കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് എന്താ പറയുക, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്. അപ്പോൾ ഇനിയും അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നല്ല കാഴ്ച കാണാൻ പറ്റും. എന്തായാലും എനിക്ക് സമയമായി, എന്തായാലും നമുക്ക് ആടത്തം വരെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. പിന്നൊരു കാര്യം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചതുപ്പ് സ്ഥലങ്ങളാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ കിട്ടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ബൈ ബൈ.